ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോ എങ്ങനെ പോകുന്നത് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം ഇതെൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്, ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. അപ്പോൾ ഞങ്ങളിപ്പം ഒരിടം വരെ പോവുകയാണ്. ഞങ്ങളുടെ കസിൻസിൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ അവിടെ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പം ഞാൻ ഈ കോസ്റ്റ്യൂമാണ്, പലാസോടെ ഇങ്ങനത്തെ പാൻറ്റും ടോപ്പും ഇട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് കഴിക്കാൻ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇഡ്ഡലിയും സാമ്പാറും. അതിൻ്റെ കൂടെ നല്ല മീൻ വറുത്തതും ഉണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് പോകുമ്പോൾ ഉള്ള ചെറിയ വിശേഷങ്ങളും അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളുമായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. ചിലപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് മിസ്റ്റേക്സ് കാണാം, അതൊക്കെ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോവാണ് കേട്ടോ. ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ കാണും, അതൊക്കെ നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഇത് എൻ്റെ ഹെൽമെറ്റാണ്. അപ്പം ഹെൽമെറ്റ് ഫോർ സേഫ്റ്റി. ഗൈസ്, ഇത് ഞങ്ങളുടെ അടതല പാലമാണ്. ഞങ്ങൾ എത്താറായിട്ടുണ്ട്. അടതലയിലാണ് എൻ്റെ അമ്മയുടെ വീട്. അപ്പോൾ ഞങ്ങൾ എത്താറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാലം, വലിയ പാലമാണ്. അപ്പോൾ കണ്ടോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ അടതല പാലം. വലിയ പാലമാണ്, നല്ല രസമാണ് അല്ലേ, കണ്ടോ? അപ്പോൾ എന്തായാലും നമുക്കിനി വീട്ടിലോട്ട്. ഗൈസ്, കുറേ നേരത്തിന് ശേഷം ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഇപ്പൊ കളിക്കാൻ പോവാണ്. അപ്പൊ എന്റെ കസിൻസിനെ ഞാൻ പരിചയപ്പെടുത്താം. ഹായ്, ഞാൻ റൂബൻ. നീ ആര്? ഓക്കെ. ഞാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതെങ്ങനെയാ റൂബ ഇവർക്കറിയാവുന്ന? നീ പറഞ്ഞോട്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പം നീ എത്രയില്ല? 1ല്. ഓക്കെ. ഇവിടെ പട്ടിശല്യം കൂടുതൽ. എന്തോ ചെയ്യാനോ. ഗൈസ്, ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ചെത്തി. പക്ഷേ ഈ തിരിച്ചെത്തിയതിന് ശേഷം നേരെ ഞങ്ങൾ വെയിറ്റ് ഒന്നും ചെയ്തില്ല, വീഡിയോ ഒന്നും എടുക്കാതെ നേരെ ഞങ്ങൾ പോവായിരുന്നു ചെയ്തത്. ട്യൂഷന് ബുക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്. അപ്പം ആ ബുക്കും എടുത്തുകൊണ്ട് നേരെ ഞങ്ങൾ പപ്പയുടെ കൂടെ സ്കൂട്ടറിൽ പോയായിരുന്നു ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ടൈമോ നിങ്ങളോട് പറയാനൊന്നും പറ്റിയില്ല. ഇപ്പം ഇതാ ഇരുട്ടിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളൊരു 7 മണിയായിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ തിരിച്ചെത്തുന്നത്. അപ്പം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ നിങ്ങളെന്ന് അറിയിച്ചെന്നേ ഉള്ളൂ ഞങ്ങൾ എത്തി എന്നൊക്കെ. ഇപ്പം നല്ല ഇരുട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇനി എന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ നേരെ പോയി പഠിക്കാൻ പോവാണ് മെയിനായിട്ട്. അപ്പോൾ ഇനി പഠിക്കാനാണ് ഞാൻ പോണത്. ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയാലേ നാളത്തേക്ക് തീരത്തുള്ളൂ. അപ്പം കുറേ ഉണ്ട്. സയൻസ് ഹോംവർക്ക് ഉണ്ട്, സയൻസ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി പഠിക്കാൻ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഷോർട്ട് ആൻസറേ പഠിച്ചുള്ളൂ, ലോങ് എഴുതണം, പഠിക്കണം. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് നവംബർ 10 എക്സാം തുടങ്ങാനുണ്ട്. കുറേ പോർഷൻസ് ഒക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, കുറേ പഠിക്കാൻ പറഞ്ഞിട്ട് ഓരോ ദിവസം അങ്ങനെ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പഠിക്കാൻ തന്നെ. ഇപ്പം റിവിഷൻ നടക്കാണ്. ഹിസ്റ്ററി സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചുകൊണ്ടെല്ലാം പറഞ്ഞു. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഒരു 7:10 ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി പഠിക്കാൻ പോവാം. അപ്പം കുറച്ച് ഡയറി മിൽക്കൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് പഠിത്തം തുടങ്ങാം. കുഞ്ഞു മധുരങ്ങളും കുഞ്ഞു സന്തോഷങ്ങളും പഠിത്തം തുടങ്ങാം. AB denoted position, combination is noted by combination is called denominator. നമുക്കേ പഠിച്ചിട്ട് കണ്ടാലോ? എന്നാൽ നമുക്ക് പഠിച്ചിട്ട് കാണാം. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ഷവർമ്മ പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഷവർമ്മ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അനിയനും കൂടെയാണ് കഴിക്കുന്നത്.
അപ്പോൾ ഗൈസ് ഇപ്പോൾ 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സോഷ്യലും സയൻസും പഠിച്ചു കഴിഞ്ഞിട്ട് ഡയറി എഴുതി, പിന്നെ TPക്കൊക്കെ സൈൻ ചെയ്തു, റീഡ് ആൻഡ് സൈൻ ഉണ്ടായിരുന്നതൊക്കെ ചെയ്തു. ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചിട്ട് കിടക്കാൻ പോലാണ് പരിപാടി. അപ്പം ഞാൻ സ്വർണ്ണക്കമ്മൽ ഊരിയിട്ട് ഇപ്പം ഒരു ഡ്യൂപ്ലിക്കേറ്റ് കമ്മൽ ഇട്ടിട്ടുണ്ട്. കൊള്ളാമെന്ന് പറയാൻ മറക്കല്ലേ. അപ്പോൾ ഗൈസ് നമ്മുടെ ചോറ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ബീട്രൂട്ട് തോരനും ചോറും മീൻ വറുത്തതും. അപ്പം നേരത്തെ ഒരു ഷവർമ കഴിച്ചുകൊണ്ട് വലിയ വിശപ്പില്ല. ഇനിയിപ്പം കഴിച്ചിട്ട് കിടക്കാൻ പോലാണ്. കഴിച്ചിട്ട് കാണാം. ഞാൻ കഴിച്ച് കഴിഞ്ഞു. ഞാൻ 9:30-ക്കാണ് കഴിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ലേറ്റാണ് കഴിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പം ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നേരെ കിടക്കാൻ പോവാണ്. ഇനി ഞാൻ നേരെ പോയിട്ട് എൻ്റെ പല്ല് ബ്രഷ് ചെയ്യും. ബ്രഷ് ചെയ്തിട്ട് എൻ്റെ മുടിയൊക്കെ ഒന്ന് കോംബ് ചെയ്ത് കെട്ടി വെച്ചിട്ട് ഈ ഇയറിങ്സ് ഊരി വയ്ക്കും. കാരണം ഈ ഇയറിങ്സ് ഇട്ടുകൊണ്ട് കിടന്ന് എൻ്റെ കാത് പരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്ര പോലും എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അപ്പം ഈ വീഡിയോ ഞാനപ്പോൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത്. പിന്നെ അഭിപ്രായങ്ങളൊക്കെ നേരെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താത്ത